യുഎയിലെ ഉമ്മുൽ ഖുവൈനിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചൊരു ഇന്ത്യക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. വ്യവസായ മേഖലയിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, യുഎഇയെ കേന്ദ്രീകരിച്ചുള്ള യുഎഇ ലക്ഷ്യമാക്കിയുള്ള ഇറാന്റെ ആക്രമണത്തിന് അതിന് അറുതിയില്ല. ഇപ്പോഴൊരു ഇന്ത്യക്കാരന് കൂടി പരിക്കേറ്റിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇതിന് യുഎഇ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി ശക്തമായി ഇറാൻ തുടരുകയാണ്. അതിന് യാതൊരു തരത്തിലുമുള്ള കുറവില്ല. ആകെ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ചെറിയ ആശ്വാസം മാത്രമായിരുന്നു. അതിനുശേഷം വീണ്ടും ആക്രമണം പഴയ തോതിൽ തന്നെ തുടരുകയാണ്. നിലവിലിപ്പോൾ ഉമ്മുൽ ഖുവൈനിൽ ആണ് ഈ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചൊരു ഇന്ത്യക്കാരന് പരിക്കേറ്റിരിക്കുന്നത്. ഉമ്മുൽ ഖുവൈനിൽ ഇത് രണ്ടാം തവണ മാത്രമാണ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാൻ ആക്രമണം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാകാത്ത ഒരു പ്രദേശം കൂടിയാണിത്. അവിടെ ഉമ്മൽ തൗബിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടായ ഈ ഡ്രോൺ അവശിഷ്ടങ്ങൾ വന്ന് വീണാണ് പരിക്കേറ്റിരിക്കുന്നതെന്ന് നിലവിൽ മനസ്സിലാകുന്നു. ഇയാളുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്ന് നിലവിൽ എന്തായാലും ഉമ്മുൽ ഖുവൈൻ ഗവൺമെന്റ് മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നില്ല. മാത്രമല്ല ഇയാൾ ഈ ഇന്ത്യയിൽ തന്നെ ഏത് സംസ്ഥാനമാണ് എന്നുള്ളത് അടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും കാര്യമായിട്ടുള്ള ഒരു ആക്രമണം തുടരുന്നു. ഒപ്പം തന്നെ ഈ ഫുജൈറയിൽ രാവിലെ ഒരു മരണമുണ്ടായിരുന്നു. ഒരു ബംഗ്ലാദേശ് സ്വദേശി രാവിലെ അദ്ദേഹം ഒരു ഫാമിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് അദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ന് കാര്യമായിട്ടൊരു മരണവും ഒരു പരിക്കേറ്റ ഒരു സംഭവം കൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ മരണം 12 ആയിരിക്കുന്നു. പരിക്കേറ്റവരുടെ എണ്ണം 168 ആയി മാറിയിരിക്കുന്നു. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.